ടെക് ലോകത്തെ വാർത്തകൾ. ഇന്ത്യയിലെ ഇരുചക്രവാഹന വിപണിയെയും ഓട്ടോമൊബൈൽ ഓഹരികളെയും സ്വാധീനിക്കാൻ പോകുന്ന നിർണായക നീക്കവുമായി കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം. രാജ്യത്തെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരുചക്രവാഹനങ്ങൾക്ക് പുതിയ സുരക്ഷാ ഫീച്ചറുകൾ നിർബന്ധമാക്കാൻ സർക്കാർ ഒരുങ്ങുന്നു. വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാനുള്ള സ്പീഡ് അലർട്ടുകൾ, രാത്രികാല സുരക്ഷയ്ക്കായി റിഫ്ലക്റ്റീവ് ടയറുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾക്കായി പെഡസ്ട്രിയൻ വാർണിംഗ് സിസ്റ്റം എന്നിവയാണ് പ്രധാനമായും നിർബന്ധമാക്കുന്നത്. കൂടാതെ റൈഡർ ഹാൻഡിൽ ബാറിൽ നിന്ന് കൈകൾ മാറ്റിയാൽ അലർട്ട് നൽകുന്ന ഹാൻഡ്സ് ഓഫ് റൈഡിംഗ് മുന്നറിയിപ്പ് സംവിധാനവും ഇതിലൂടെ വരും. പുതിയ AIS 223 സുരക്ഷാ ചട്ടങ്ങളുടെ കീഴിലാണ് ഈ മാറ്റങ്ങൾ വരുന്നത്. റോഡ് അപകടങ്ങളിൽ 67% ഇരുചക്രവാഹനങ്ങളുമായി ബന്ധപ്പെട്ടതായതിനാലാണ് മന്ത്രാലയത്തിന്റെ ഈ അടിയന്തര ഇടപെടൽ. എന്നാൽ കമ്പനികൾക്ക് പെട്ടെന്ന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കാതിരിക്കാൻ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഈ നിയമങ്ങൾ നടപ്പിലാക്കുക. വരാനിരിക്കുന്ന നിർബന്ധിത ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം പരിഷ്കാരത്തിന് പുറമെയാണ് പുതിയ സുരക്ഷാ നിർദ്ദേശങ്ങൾ. ഈ പരിഷ്കാരം ഇരുചക്രവാഹനങ്ങളുടെ നിർമ്മാണ ചെലവ് നേരിയ തോതിൽ വർദ്ധിപ്പിച്ചേക്കാം. എങ്കിലും റിഫ്ലക്റ്റീവ് ടയറുകളും പുതിയ സെൻസറുകളും നിർബന്ധമാക്കുന്നത് ടയർ നിർമ്മാതാക്കൾക്കും ഓട്ടോ കമ്പോണന്റ്സ് കമ്പനികൾക്കും പുതിയ ബിസിനസ് സാധ്യതകൾ തുറന്നു നൽകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ ആഡംബര കാർ വിപണിയിലെ സാധ്യതകൾ മുതലെടുത്ത് വൻ വിൽപ്പന ലക്ഷ്യവുമായി BMW 2030 ഇന്ത്യയിലെ പ്രതിവർഷം ഏകദേശം 30,000 BMW മിനി കാറുകൾ വിൽക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യം. 2025 BMW ഇന്ത്യയിൽ 18,001 വാഹനങ്ങളാണ് വിറ്റത്. ഇതിൽ നിന്ന് വലിയ മുന്നേറ്റമാണ് അടുത്ത ഏതാനും വർഷങ്ങളിൽ കമ്പനി ലക്ഷ്യമിടുന്നത്. 2026 തന്നെ വിൽപ്പന 20,000 യൂണിറ്റ് കടക്കുമെന്നാണ് പ്രതീക്ഷ. ഈ വളർച്ചയ്ക്ക് പ്രധാനമായി ഇലക്ട്രിക് വാഹനങ്ങൾ, ലോങ് വീൽ ബേസ് മോഡലുകൾ, ചെറിയ നഗരങ്ങളിലെ വിപണി എന്നിവയിലായിരിക്കും BMWവിന്റെ ശ്രദ്ധ. 2030 ഇന്ത്യയിലെ മൊത്തം വിൽപ്പനയുടെ ഏകദേശം 40% ഇലക്ട്രിക് വാഹനങ്ങളായിരിക്കുമെന്നാണ് കമ്പനിയുടെ പ്രതീക്ഷ. 30,000 യൂണിറ്റ് വിൽപ്പന കൈവരിച്ചാൽ ഇതിൽ ഏകദേശം 12,000 വാഹനങ്ങൾ EVകളായിരിക്കും. 2025 BMW മിനി ബ്രാൻഡുകൾ ചേർന്ന് 3,753 ഇലക്ട്രിക് വാഹനങ്ങൾ വിറ്റിരുന്നു. 2024 അപേക്ഷിച്ച് ഏകദേശം 200% വളർച്ചയാണിത്. അതേസമയം ലോങ് വീൽ ബേസ് മോഡലുകൾക്കും ഇന്ത്യയിൽ ഡിമാൻഡ് വർദ്ധിക്കുകയാണ്. 2025 BMWവിന്റെ വിൽപ്പനയിൽ ഏകദേശം 50% ലോങ് വീൽ ബേസ് മോഡലുകളായിരുന്നു. 2026 ആദ്യ പകുതിയിൽ ഇത് 52% ഉയർന്നു. വർഷാവസാനത്തോടെ വിഹിതം 60% കടക്കുമെന്നാണ് കമ്പനിയുടെ കണക്കുകൂട്ടൽ. വലിയ നഗരങ്ങൾക്കൊപ്പം രണ്ടാം നിര, മൂന്നാം നിര നഗരങ്ങളിലേക്കും സാന്നിധ്യം വ്യാപിപ്പിക്കാനാണ് BMWവിന്റെ നീക്കം. നിലവിൽ ഏകദേശം 40 നഗരങ്ങളിലുള്ള കമ്പനി വർഷാവസാനത്തോടെ ഇത് 50 നഗരങ്ങളിലേക്കാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.